വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒട്ടും എണ്ണയോ അതുപോലെ മുട്ടയോ ഒന്നും തന്നെ ഇല്ലാണ്ട് വളരെ ഹെൽത്തിയായ രീതിയിലുള്ള മയോണൈസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ എണ്ണ ചേർക്കുന്നില്ല, അതുകൊണ്ട് ഹെൽത്തിയാണ്. കൊളസ്ട്രോൾ ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ പറ്റിയതുമാണ്. കാരണം നമുക്ക് കാഷ്യൂ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് കാഷ്യൂ ഒരു 5 എണ്ണമെങ്കിലും മിനിമം കഴിക്കാവുന്നതാണ്. അപ്പം ഇതൊരു 25 നമ്മൾ എടുക്കുന്നത്, കാരണം നമ്മൾ അത്രത്തോളം ഒന്നും കഴിക്കുന്നില്ല. പക്ഷേ നല്ലൊരു സ്മൂത്തി കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു മയോണൈസ്. ഇത് നമ്മൾ സാധാരണ എന്താ പറയുക, ചിക്കൻ ഡിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഷവർമ ഉണ്ടാക്കാനോ എന്തിനും നല്ലൊരു അടിപൊളി തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. മുട്ട കൊണ്ടും അതുപോലെ പുഴുങ്ങിയ മുട്ട കൊണ്ടും നമ്മളിവിടെ മയോണൈസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊട്ടും തന്നെ എന്താ പറയുക അൺഹെൽത്തി അല്ല, ഹെൽത്തിയായ രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 20 മിനിറ്റോളം കാഷ്യൂ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് കുതിരാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക്, അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ചെറു ചൂടുവെള്ളത്തിൽ വെക്കണം. കാരണം അത് നല്ലതുപോലെ സോക്കായി വരാൻ വേണ്ടിയാണ്, എന്നാലേ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 6ഓളം കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു പിഞ്ചോളം എടുക്കുക, നിങ്ങളുടെ എരിവനുസരിച്ച്. അല്ലെങ്കിൽ ഇനി ഒരു വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറിയ വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 2 വലുതാണെങ്കിൽ 1 എടുക്കുക. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഒന്നും വേണ്ട, അതിൻ്റെ കുറവ് മതി. ഇനി ഇത് വിനീഗറാണ്, ഒരു ടീസ്പൂണോളമാണ് കേട്ടോ, ചെറിയ ടീസ്പൂണോളം വിനീഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ്, ഒരു വലിയ നാരങ്ങയുടെ ഒരു 1/4 ഭാഗമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു ചെറിയൊരു പുളി വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ ആ നാരങ്ങയും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണം. വെള്ളം ഒരിക്കലും ഒരുപാട് കൂടി പോകരുത്. ആദ്യം കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് കൺസിസ്റ്റൻസി നോക്കുക, അതിനുശേഷം വീണ്ടും ഒഴിക്കുക. അപ്പോൾ അങ്ങനെ വേണോണ്ട് ഒഴിച്ച് കൊടുക്കാനുള്ള, ഒറ്റയടിക്ക് ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുണ്ടത് നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മളിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നോക്കുമ്പോൾ അറിയാം, കണ്ടോ. ഏകദേശം കുറച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞു വരെ ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ്. കാരണം ആ ഒരു കാഷ്യൂ ഒക്കെ നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു വരണം. നമുക്കിതൊന്ന് കൈകൊണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നല്ലതുപോലെ അരഞ്ഞു വരുന്നവരെ ആദ്യം കുറച്ച് വെള്ളം കൊടുത്ത് പിന്നെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷനിലാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒട്ടും തന്നെ എണ്ണ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, കാരണം കാഷ്യൂവിൽ ഓൾറെഡി എണ്ണ ഉണ്ടാവും, അത് മാത്രമാണുള്ളത്. ബാക്കി നമ്മൾ എക്സ്ട്രാ ഓയിലോ മുട്ടയോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മയോണൈസിൽ ഒട്ടും തന്നെ എണ്ണയോ അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ ഓയിലോ എന്താ പറയുക മുട്ടയോ ഒന്നും തന്നെ ചേർത്തില്ല. നല്ലൊരു ഹെൽത്തി വേർഷൻ തന്നെയാണ് ഈ ഒരു മയോണൈസ്. കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള ഒരു മയോണൈസ് തന്നെയാണ്. കാരണം കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒരു ദിവസത്തിൽ 5 കാഷ്യൂ എങ്കിലും കഴിക്കാവുന്നതാണ്. ഇത് ഏകദേശം ഒരു 4-5 പേർക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്രെഡിലും നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ്റെ സൈഡായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് ഏകദേശം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ചയെങ്കിലും നന്നായിട്ട് തന്നെ ഇരിക്കാവുന്നതാണ്. നല്ല എയർ ടൈറ്റായ കണ്ടെയ്നറിൽ അടച്ചു വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ടായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എത്ര ആവശ്യമാണോ അത്രയും തയ്യാറാക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മയോണൈസ് വേറെ ഏത് നമ്മളുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.